എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഫൈറ്റൊക്കെ കഴിഞ്ഞ് കട്ടകുറി അവനാണെങ്കിൽ തോൽവി സമ്മതിച്ച് അങ്ങനെ വീണ് കിടക്കുകയാണ്. അതേസമയം ഇവിടെ സ്വീറ്റ് ഐലാൻഡ് കാണിക്കും. ടീമാണെങ്കിൽ ഓൾമോസ്റ്റ് 1 മണി ആവുകയാണ്. അവരെല്ലാവരും കാത്തിരിക്കുന്നത് സാക്ഷാൽ സ്ട്രോഹാർ ലൂഫിക്ക് വേണ്ടിയാണ്. ലൂഫി പുറത്തേക്ക് വരേണ്ട താമസം എല്ലാവരും ചേർന്ന് തല്ലിക്കൊല്ലാനായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അതേസമയം ഇവിടെ കടലിലുള്ള ജിംബയും നമ്മുടെ ആൾക്കാരും അവർ പതിയെ പതിയെ കപ്പല് ആ കരയോട് ചേർത്ത് കൊണ്ടുവരും. ഉടനെ ബൈനോക്കുലർ വെച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ വില്ലന്മാരിൽ ഒരുത്തൻ അവനാണെങ്കിൽ വിളിച്ചു പറയും, ആ സ്ട്രോഹാ ടീം അവരുടെ കപ്പൽ ഓൾമോസ്റ്റ് ഐലാൻഡിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അവന്റെ നിലവിളി കേട്ട് നമ്മുടെ ആൾക്കാർ ഷൗക്കാവും. ബ്രൂക്കാണെങ്കിൽ അവരുടെ കപ്പലുകളൊക്കെ ചൂണ്ടിക്കാണിക്കും. നിങ്ങളിത് കണ്ടില്ലേ, അവര് ഒരു വലിയ പട തന്നെയുണ്ട്. നമ്മൾ അവിടേക്ക് പോയാൽ തീർച്ചയായിട്ടും അവരെല്ലാവരും നമ്മളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ പേടിച്ച് പുറകിലേക്ക് നോക്കും. ആ സ്മൂത്തിയുടെ ആൾക്കാരും അവളുടെ കപ്പലുകളും അതാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ തൊട്ടു പിന്നിൽ തന്നെയുണ്ട്. രണ്ട് ഭാഗത്തു നിന്നും നമ്മുടെ ആൾക്കാരെ ലോക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്യാനാണ് അവരുടെ പ്ലാൻ. സ്മൂത്തിയാണെങ്കിൽ അവളുടെ സിസ്റ്റേഴ്സിനോടും അസിസ്റ്റൻസിനോടും തീർത്തു പറയും, ഒരു കാരണവശാലും അവർ ഈ ഐലാൻഡിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. രക്ഷപ്പെട്ടു പോകാനുള്ള യാതൊരു സ്പേസും നമ്മൾ കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അവർ മാക്സിമം നമ്മുടെ ആൾക്കാരുടെ കപ്പലിനെ കവർ ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ അവിടുന്ന് രക്ഷപ്പെടണം എന്നറിയാതെ അവർ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ആ ഹോൾ കേക്ക് ഐലാൻഡ് കാണിക്കും. അവിടെ മോണ്ടിയൂർ ആണെങ്കിൽ ഫോണൊക്കെ ഓണാക്കി വെച്ച് തത്സമയം നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അതേസമയം ഇവിടെ കണ്ണാടി നോക്കി നിന്നവര് അവരെല്ലാവരും നമ്മുടെ ആൾക്കാരുടെ കപ്പലിനെ കണ്ട് അവർ ആ കപ്പലിനെ അറ്റാക്ക് ചെയ്യുന്നു പറഞ്ഞ് അവരുടെ ശ്രദ്ധ അതൊരു സെക്കൻഡ് കപ്പലിലേക്ക് മാത്രമാവും. ടീമാണെങ്കിൽ ഓൾമോസ്റ്റ് 1 മണി ആയി കഴിഞ്ഞു. സാഞ്ചി ആണെങ്കിൽ കണ്ണുമ വട്ടാ നോക്കി നിൽക്കും. ലൂഫി ആ മിറർ വഴി പുറത്തേക്ക് വന്നാൽ ഉടൻ എങ്ങനെയെങ്കിലും ആ വില്ലന്മാരുടെ എല്ലാ ഇടയിൽ നിന്ന് ലൂഫിയെ രക്ഷിക്കണം. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ പെപ്പോംസ് ആണെങ്കിൽ ലൂഫിയെ തൂക്കിയെടുത്ത് ഉഷാറായിട്ട് ഓടും. അവരങ്ങനെ മുൻപോട്ടേക്ക് പോകുന്തോറും പെപ്പോംസ് ആള് ക്യാരറ്റ് അവളുടെ മോൺസ്റ്റർ പവറിലേക്ക് വന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ആക്ച്വലി പെപ്പോംസിനും ആ ഫുൾ മൂൺ കണ്ടാൽ മോൺസ്റ്റർ ആയിട്ട് മാറാനായി കഴിയും. പക്ഷെ അവനെ കൊണ്ട് ആ ഒരു പവറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ആവില്ല. എന്റെ മുൻപിലുള്ളത് അത് ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും അവൻ ഇപ്പോൾ നഷ്ടപ്പെട്ട് അവന്റെ മുൻപിലുള്ളവരെ തല്ലി തല്ലി കൊല്ലും. അതുകൊണ്ട് അവൻ യൂഷ്വലി അങ്ങനെ ഫുൾ മൂണിനെ നോക്കി ഒരു മോൺസ്റ്ററായി അല്ലെങ്കിൽ ഒരു ബീസ്റ്റായി തീരാറില്ല. പക്ഷെ പെപ്പോംസ് ആണെങ്കിൽ സോ ഐലാൻഡിൽ വെച്ച് ഒരേ ഒരു തവണ ആ ട്രാൻസ്ഫർമേഷനിലേക്ക് പോയിട്ടുണ്ട്. സോ ആ സമയത്ത് അവനെ പോലും കൺട്രോൾ ചെയ്യാൻ കഴിയാതെ കയ്യിൽ കിട്ടിയവരെയും എല്ലാവരെയും തല്ലി പഞ്ചറാക്കി. ആ സമയം കറക്റ്റ് ആയിട്ട് പെട്രോ അവൻ അവിടേക്ക് വന്ന് പെപ്പോംസിനെ കൺട്രോൾ ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് അവനെ അന്ന് നോർമലാക്കി എടുക്കാനായിട്ട് കഴിഞ്ഞത്. സോ പെട്രോയെ കൊണ്ട് മാത്രമേ പെപ്പോംസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയൂ. ഇപ്പോഴാണെങ്കിൽ പെട്രോയെ അവർക്ക് എല്ലാവർക്കും നഷ്ടപ്പെട്ടു. പെപ്പോംസ് ആണെങ്കിൽ ലൂഫിയോട് പറയും, തീർച്ചയായിട്ടും ഞാൻ പുറത്തെത്തി കഴിഞ്ഞാൽ ഞാൻ ആ ഫുൾ മൂണ് കാണും. ആ സമയം ഞാനും ബീസ്റ്റായി തീരും. ഞാൻ എൻ്റെ മുൻപിൽ കാണുന്ന എല്ലാ വില്ലന്മാരെയും തല്ലി തല്ലി കൊല്ലും. ആ സമയം എല്ലാവരുടെയും ശ്രദ്ധ എൻ്റെ നേർക്കായിരിക്കും. ആ ഗ്യാപ്പിൽ നിങ്ങൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെടണം. അപ്പോഴായിരിക്കും ബ്രൂലി അവരോട് പറയാ, നിങ്ങൾ ആ കണ്ണാടിയിലൂടെ പുറത്തേക്ക് പോയ അടുത്ത നിമിഷം ഞങ്ങളുടെ ആൾക്കാരെ എല്ലാവരും ചേർന്ന് നിങ്ങളെ വെട്ടിമുറിച്ച് പീസാക്കി മാറ്റും. അവരെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ലൂഫിക്കാണെങ്കിൽ ഇപ്പൊ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അത് ഏകദേശം മനസ്സിലാവുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത് ആ ഓവനെയും ടീമിനെയും കാണിക്കും. അവരാണെങ്കിൽ ബ്രൂലിയുടെ നിലവിളി കേൾക്കും. അവര് ഗണ്ണൊക്കെ എടുത്ത് അറ്റാക്ക് മോഡിൽ നിൽക്കുമ്പോഴായിരിക്കും പെപ്പോംസ് അവൻ ബ്രൂലിയുടെ തലയിൽ ഗണ്ണൊക്കെ വെച്ച് അവരുടെ ഇടയിലേക്ക് ചാടി വീഴുക. തൊട്ടുപോരുത്, എല്ലാവരും മാറി നിൽക്കാൻ പറഞ്ഞ് പെപ്പോംസ് ആണെങ്കിൽ അവന്റെ കണ്ണാടി അത് വലിച്ചൂരി മുകളിലുള്ള ആ ഫുൾ മൂൺ നോക്കും. സെക്കൻഡ് അവനാണെങ്കിൽ ട്രാൻസ്ഫർമേഷൻ ആവാനായിട്ട് ആരംഭിക്കും. അത് കണ്ട് ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും പേടിച്ചു മാറും. ഓവനാണെങ്കിൽ അത് കണ്ട് കൺട്രോൾ പോവും. അവന്റെ കൈ അതങ്ങനെ ചൂടാക്കി മാറ്റി റെഡാക്കി കൊണ്ടുവന്ന് ട്രാൻസ്ഫർമേഷൻ ആയിക്കൊണ്ടിരിക്കുന്ന പെപ്പോംസിനിട്ട് ഒരൊറ്റ അടി. ആ ഒരു അടിയില് ബ്രൂലിയും പെപ്പോംസും ചാക്കിൽ ഒളിച്ചിരുന്ന നമ്മുടെ ലൂഫിയും അവരെല്ലാവരും ചറപറ ഓരോ ഭാഗത്തേക്ക് തെറിച്ചു വീഴും. ലൂഫിയെ കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വണ്ടറടിക്കുകയാണ്. സാഞ്ചിക്കാണെങ്കിൽ ലൂഫിയെ കാണുമ്പോൾ ഭയങ്കര സമാധാനം. പക്ഷെ അവനിപ്പോ വലിയ അപകടത്തിലാണ്, എത്രയും വേഗം രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് സാഞ്ചി ആണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ ചിന്തിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ കപ്പലിനെ ആ സ്മൂത്തിയാൻ ടീം അവര് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ കപ്പൽ മുൻപോട്ടേക്ക് കൊണ്ടുപോകും. ഉടനെ ഫ്രണ്ട് സൈഡിലുള്ള ആ ഐലാൻഡിനോട് ചേർന്ന് കിടക്കുന്ന ബിഗ് മോമിന്റെ കപ്പലുകൾ അവിടുന്നും സണ്ണി കപ്പലിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ജിംബൈ ആണെങ്കിൽ റേസിംഗ് കാർ ഓടിക്കുന്ന പോലെ കപ്പല് അത് ഓരോരോ അറ്റാക്കിൽ
നിന്നും അങ്ങനെ വെട്ടിത്തിരിച്ചും വളച്ചെടുത്തും ടേൺ ചെയ്തും കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. കറക്റ്റ് സമയം സാഞ്ചി അവരെ കോണ്ടാക്ട് ചെയ്യാണ്. സാഞ്ചി ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, എത്രയും വേഗം കപ്പൽ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റ്. ലൂഫിയെ ഞാൻ കണ്ടു കഴിഞ്ഞു. ആ പെപ്പോംസ് അവനാണ് ബ്രൂലിയെ ഗൺ പോയിന്റിൽ നിർത്തി ലൂഫി ആരും കാണാതെ അവിടേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ഓവന്റെ ആ ഒറ്റ പഞ്ചില് ലൂഫി അവൻ പുറത്തു വന്നു കഴിഞ്ഞു. അവനെ എല്ലാവരും കണ്ടിരിക്കുകയാണെന്ന് പറയും. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ലൂഫിയെ കാണിക്കും. അവന്റെ ചുറ്റും ആ വില്ലന്മാര്. ഓവനാണെങ്കിൽ ലൂഫിയോട് വല്ലാത്ത കലി. വില്ലന്മാരെല്ലാവരും കത്തിയൊക്കെ എടുത്ത് ലൂഫിക്ക് നേരെ കുതിച്ചു പായും. ലൂഫി ആണെങ്കിൽ മുകളിലേക്ക് എടുത്തു ചാടും. ഇത് വെള്ളത്തലയനാണെങ്കിൽ ലൂഫിയോട് ദേഷ്യപ്പെട്ട് പറയും, മര്യാദയ്ക്ക് ഈ കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിന്നെ വെട്ടിക്കൊല്ലും. അതിന് ലൂഫി ആണെങ്കിൽ അവനെ അടിക്കാനായിട്ട് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴായിരിക്കും അവന്റെ ദേഹത്ത് മറ്റൊരു പഞ്ച് വന്ന് വീഴുക. പഞ്ച് ചെയ്തത് മറ്റാരുമല്ല, ഒരു വാക്ക് ചെയ്തു വന്ന നമ്മുടെ സാഞ്ചി അവനെ ചവിട്ടി താഴെയിട്ട് ലൂഫി അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കും. ലൂഫിക്ക് സാഞ്ചിയെ കണ്ട് അവന്റെ കോൺഫിഡൻസ് കൂടും. അതേസമയം ആ പിങ്ക് ഡ്രസ്സിട്ട തൊപ്പിക്കാര് അവരങ്ങനെ പാഞ്ഞു വന്ന് ആ ഭാഗത്ത് നിന്ന് സാഞ്ചിയെയും ലൂഫിയെ അറ്റാക്ക് ചെയ്യാണ്. സാഞ്ചി അവരെ എല്ലാവരെയും അടിച്ചടിച്ച് താഴേക്ക് തന്നെ തെറിപ്പിച്ച് കളയാണ്. ആ സമയം ഇടികിട്ടി താഴെ വീണ നമ്മുടെ പെപ്പോംസ് അവൻ പതിയെ എഴുന്നേറ്റ് മുകളിലേക്ക് നോക്കും. സാഞ്ചി ആണെങ്കിൽ സേഫ് ആയിട്ട് ലൂഫിയെ ക്യാച്ച് ചെയ്തു എന്ന് മനസ്സിലാക്കിയ പെപ്പോംസിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ലൂഫിയെ കുറിച്ച് ഓർത്ത് ഞാൻ ടെൻസ്ഡ് ആവണ്ട, എത്രയും വേഗം എന്റെ ട്രാൻസ്ഫർമേഷൻ അത് കംപ്ലീറ്റ് ആയി ഈ വില്ലന്മാരെ എല്ലാവരെയും തല്ലി ഓടിക്കണം. പെപ്പോംസ് ആണെങ്കിൽ ആ ട്രാൻസ്ഫർമേഷൻ കംപ്ലീറ്റ് ചെയ്ത് മുകളിലേക്ക് എടുത്തു ചാടും. ആദ്യം ആ പിങ്ക് വില്ലന്മാരെ തല്ലി ഒരു വഴിക്കാക്കും. അതിനുശേഷം അവരുടെ തൊട്ടു പിന്നാലെ വന്ന ആ പിങ്ക് വില്ലത്തിമാരെ അവരെയും തല്ലി തല്ലി താഴെ ഇടുകയാണ്. സാഞ്ചിക്കാണെങ്കിൽ പെപ്പോംസിന്റെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ അത് കണ്ട് വല്ലാത്തൊരു പേടി തോന്നും. അവന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടുള്ള അറ്റാക്ക് കാണുമ്പോൾ സാഞ്ചി അവൻ ദൂരേക്ക് മാറുകയാണ്. അപ്പൊ കറക്റ്റ് സമയത്ത് കൺട്രോൾ പോയ പെപ്പോംസ് അവൻ ചാടി വന്ന് സാഞ്ചി ഒരൊറ്റ അടി. ആ അടി കൊടുക്കുമ്പോഴായിരിക്കും പെപ്പോംസിന് അവൻ അറ്റാക്ക് ചെയ്തത് സാഞ്ചിയാണെന്ന് മനസ്സിലാക്കുക. അവൻ ഒരു സെക്കൻഡ് അവനെ കൺട്രോൾ ചെയ്ത് ലൂഫി ആയിട്ട് എത്രയും വേഗം സാഞ്ചിയോട് അവിടുന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് പറയും. സാഞ്ചി ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ്. അപ്പോ അപ്പോഴാണെങ്കിൽ ബോഡി മുഴുവൻ ഫയർ ആയിട്ട് എന്തോ ഒരു സാധനം അതങ്ങനെ നല്ല ഫോഴ്സിൽ വന്ന് പെപ്പോംസിനെ അവനെ ആഞ്ഞെട്ടിക്കുകയാണ്. അത് കാണുമ്പോൾ ഓവന് വല്ലാത്തൊരു സന്തോഷം. ഓവൻ അവന്റെ അസിസ്റ്റൻസിന് സിഗ്നൽ കൊടുക്കും. അവരെല്ലാവരും കയ്യിലുള്ള കുന്തവും വെപ്പൻസും ഒക്കെ എടുത്ത് അവന്റെ ദേഹത്തേക്ക് വലിച്ചെറിയും. അതെല്ലാം പെപ്പോംസിന്റെ ബോഡിയിൽ കുത്തിക്കയറി അവൻ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് നിൽക്കും. പെപ്പോംസ് ആണെങ്കിൽ പതിയെ ഇപ്പൊ താഴേക്ക് വീഴുകയാണ്. അത് കണ്ട് സാഞ്ചി പെപ്പോംസിനെ തന്നെ നോക്കി നിൽക്കും. ആ ഗ്യാപ്പിൽ വേറൊരു വില്ലൻ വലിയൊരു സ്റ്റിക്ക് എടുത്ത് സാഞ്ചി അടിച്ച് താഴെ ഇടുകയാണ്. സാഞ്ചിക്കാണെങ്കിൽ അപ്പോഴും പെപ്പോംസിൽ നിന്ന് കണ്ണെടുക്കാനാവില്ല. അപ്പോഴായിരിക്കും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വെള്ളത്തിൽ നിന്ന് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുക. ആ ഒരു പൊട്ടിത്തെറിയിൽ മോമിന്റെ ആൾക്കാരുടെ കപ്പല് അത് ഓൾമോസ്റ്റ് എല്ലാം തന്നെ തകരും. തകർത്തത് മറ്റാരുമല്ല, സാക്ഷാൽ ജർമ്മ 66 ടീം. അവരുടെ വലിയൊരു പടയുമായിട്ട് ജർമ്മ 66 അവരങ്ങനെ സ്റ്റൈലായിട്ട് പോസ് ചെയ്ത് നിൽക്കും. ഞൊടിയിടയിൽ ഓട്ടൊക്കെ വന്ന് അവരങ്ങനെ ട്രാൻസ്ഫോം ആവുകയാണ്. ഇവിടെ ഓവനും അവന്റെ ആൾക്കാർക്കും അതൊരു ഡബിൾ ഷോക്കാണ്. കാരണം ഓൾറെഡി അവരുടെ എല്ലാവരുടെയും കഥ കഴിഞ്ഞുവെന്നാണ് അവര് കരുതിയത്. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അത് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഉടനെ ഇച്ചീച്ചയാണെങ്കിൽ ഇപ്പൊ സാഞ്ചിയോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. നീയും നിന്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നത് കൊണ്ടാണ് ജർമ്മ 66 അത് സേഫ് ആയത്. നിങ്ങളെ സഹായിക്കാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞ് അവരിപ്പോ അറ്റാക്ക് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.